ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥന. പ്രിയ ദൈവമക്കളെ, ആണ്ടുവട്ടത്തിലെ 18-ാം ഞായറിലേക്ക് ദൈവമക്കളെ സ്നേഹത്തോട് ക്ഷണിക്കുക. 18 ഞായറുകൾ ദൈവം നമ്മുടെ കരം പിടിച്ച 18 ദിവസങ്ങളാണ്, 18 ഞായറാഴ്ചകൾ. ഇത് 18-ാമത്തെ ദിവസം. ദൈവം ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവം പഠിപ്പിച്ചു തരിക. എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതാ. കുറച്ച് നാൾ പള്ളിയിൽ വന്നിട്ട് ചില മക്കൾ പിന്നെ പള്ളി വരവ് നിർത്തും, പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല. അല്ലെ, ജീവിതത്തിലെ ചില കാര്യങ്ങളുടെ പേരിൽ ദൈവത്തോട് മറുതലിച്ച് നിൽക്കുന്ന മനുഷ്യർ പിണങ്ങി നിൽക്കുക. ആരോ പറയുന്നത് കേട്ടു, അമ്മയുടെ മകന് വേണ്ടതെല്ലാം ദൈവം സമൃദ്ധമായിട്ട് കൊടുക്കും. പഠനം, വിദേശയാത്ര, വിദേശജോലി, PR എല്ലാം കിട്ടി. പെട്ടെന്ന് ഒരു പള്ളി വരവ് നിർത്തുക. കൊച്ചിൻ്റെ കല്യാണം നടക്കും. ഞാൻ എന്നാ ഇനി ചെയ്യേണ്ടത്? ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചത് ദൈവം കേട്ടില്ലെങ്കിൽ ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ദൈവങ്ങളെ പിശാച് ചെയ്യുന്ന ഒരു വലിയ ദുരന്തമായത്. അച്ഛനൊരു കാര്യം പറഞ്ഞു തരട്ടെ, ഒരു ആത്മീയ രഹസ്യം പറഞ്ഞു തരാം. യു ഗോ ഓൺ പ്രേയിങ്. നീ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചോ. വലിയ ദുരന്തമൊക്കെ വരുന്ന ഒറ്റ കാര്യം പറഞ്ഞു കൊടുക്കാനുള്ളൂ, പ്രാർത്ഥിക്കുക. യു ഗോ ഓൺ പ്രേയിങ്, യു ഗോ ഓൺ ട്രസ്റ്റിങ്. ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക. ഒരിക്കലും വഴിയിലിട്ടേച്ച് പോകല്ല. ഒരു യാത്ര ആരംഭിച്ചെങ്കിൽ ആ യാത്ര പൂർത്തിയാക്കുവാനുള്ള കരുത്ത്. ഇന്നൊരു അച്ഛൻ്റെ ഒരു ആഘോഷ പരിപാടിയിൽ അച്ഛൻ പറഞ്ഞൊരു കാര്യം ഞാൻ എൻ്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ഒരു മിടുക്കനായ പ്രഗത്ഭനായ ഒരു പുരോഹിതൻ, വലിയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അച്ഛൻ പറയുകയാണ്, ഞാനൊരു സാധാരണക്കാരനാണ്, ദൈവം എന്നെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഞാൻ ഒരിക്കലും ഭയപ്പെടാറില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. കാരണം എൻ്റെ ദൈവം ഈ കാര്യം അസാധാരണനായ ദൈവം അസാധാരണമായ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരാൻ കഴിയും എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ അത്ഭുതത്തോടെ നിൽക്കുക. കാരണം അത്രയ്ക്ക് പ്രഗത്ഭമായ രീതിയിൽ ഒരു പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വൈദിക, എനിക്ക് ഭയമില്ല. അഹങ്കാരം പറയുന്നതല്ലത്, ദൈവത്തിലുള്ള ആശ്രയത്വം. എൻ്റെ ദൈവം ഒരു സാധാരണക്കാരനായ എന്നെ പൗരോഹിത്യത്തിലേക്ക് വിളിച്ച് ഈ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ ഐ വാസ് നെവർ തോട്ട് ഓഫ് ഡൂയിങ് ദിസ്. ഒരിക്കലും ചിന്തിച്ചില്ല, ആഗ്രഹിച്ചില്ല. അങ്ങനത്തെ ഒരു കാര്യത്തെ വളരെ മനോഹരമായിട്ട് ചെയ്യുമ്പോൾ പറയുന്നു കർത്താവ് ഇത് ചെയ്യിക്കുന്നത്. ഇന്ന് വചനം മുഴുവൻ മനോഹരമായിട്ടുള്ള തിരുവല്ല വാസ്തവത്തിൽ കുർബാനയാണ് അന്നത്തെ വിഷയം. പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ മരുഭൂമിയിൽ വെച്ച് ജനം മോശയ്ക്കും അഹ്റോനുമെതിരായിട്ട് മർദ്ദിക്കുന്ന സമയം ഞങ്ങൾ വിശക്കുന്നു, ചാകാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്തൊരു ദൈവമോ ഇത്! ആ മരുഭൂമിയിൽ അവിടെ കിടന്ന് ഈജിപ്തിൽ വെച്ച് ആ ഫറവോന്മാരുടെ അടി കിട്ടുമ്പോൾ ചത്താലും വേണ്ടില്ലായിരുന്നു. ഒന്നുമില്ലാതെ ഇറച്ചിക്കലം ഉണ്ടായിരുന്നു, കഴിക്കാൻ ഭക്ഷണം ഇവിടെ ഒന്നുമില്ല. മനുഷ്യൻ ദൈവത്തോട് മറുതലിക്കുന്നു. ദൈവങ്ങളെ, പണ്ടെന്നോ നടന്ന ഒരു സംഭവമല്ല, ഇന്നും ഓരോ ദിവസവും ഇത് സംഭവിക്കാറില്ലേ? എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ദൈവത്തിനെതിരെ മറുതലിക്കുന്നത് ഏറ്റവും വലിയ മണ്ടത്തരം അത്. ജസ്റ്റ് സ്റ്റേ ഇൻ ഹിസ് ഹാൻഡ്സ്. അവൻ്റെ കരങ്ങളിൽ സ്വസ്ഥമായിട്ടൊന്ന് അയക്കുക. ബി കാം ആൻഡ് നോ ദാറ്റ് ഐ എം ഗോഡ്. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയാം. 46-ാം സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ തിരുവചനം കൊച്ചുനാളിൽ പഠിച്ചൊരു വചനമാണ് മനസ്സിൽ. ദൈവങ്ങൾ, ഈ ഒരു വചനം എന്തുമാത്രം ബലപ്പെടും. എന്തുമായിക്കൊള്ളട്ടെ, നീ ഒരു ദൈവകുഞ്ഞാണെങ്കിൽ, ഇഫ് യു ആർ വെയിറ്റിംഗ് ഫോർ എ മിറക്കിൾ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തിന് വേണ്ടി കുഞ്ഞെ നീ കാത്തിരിപ്പുണ്ടെങ്കിൽ യു ഗോ ഓൺ. കർത്താവ് നടത്തുന്നതല്ലേ. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ് കർത്താവ് ഇറക്കി വിട്ടിട്ട് പകുതി വഴിക്ക് നിർത്തേണ്ട കാര്യം. യു കണ്ടിന്യൂ. മാനുഷികമായിട്ട് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു പരാജയം നോക്കി. ഇവിടെ മോശം തോറ്റു നിൽക്കുക. ഈ മനുഷ്യന്മാരൊക്കെ വിശക്കുമ്പോൾ കൊടുക്കാനൊന്നുമില്ലാതെ നിൽക്കുക. ദൈവവൈദ്യം, നിന്റെ ജീവിതത്തിൽ വരുന്നൊരു പ്രതിസന്ധി ദൈവത്തിൻ്റെ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, ഒരു കഷ്ടത നിന്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടാനൊക്കെ ആണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഇതാ ജനം മറുതലിക്കുക. ജനം മറുതലിച്ചു. ഇസ്രായേൽക്കാർ അവരോട് പറഞ്ഞ്, ഇതാ ഞങ്ങൾ അവിടെ വെച്ച് മരിച്ചാൽ മതിയായിരുന്നു, ഞങ്ങളെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? മോശ പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി
ആ കർത്താവ് മോശയോട് പറഞ്ഞു. നോക്കിയേ, ജനം നിലവിളിക്കുമ്പോൾ ദൈവം മോശപ്രവാചകൻ, ഞാൻ ഈ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആകാശത്തിൽ നിന്ന് അപ്പം ഭക്ഷിക്കും. ഓരോ ദിവസവും വേണ്ടത് രാവിലെ ഇറങ്ങി ശേഖരിച്ചു കൊള്ളട്ടെ. നമുക്ക് വചനം മുഴുവൻ അറിയാം. ദൈവമക്കളെ, ആകാശം നിന്റേതാണെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? സ്വർഗം എനിക്കുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം എൻ്റേതാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഈ ആകാശം എനിക്കുള്ളതാണ്. ഈ തലയ്ക്ക് മുകളിലുള്ള ആകാശം ഇത് വേറെ ആരുടെ? ഇത് എൻ്റെ ആകാശം. ഈ ആകാശം ചവിട്ടി നിൽക്കുന്ന ഭൂമി ചിലപ്പം വല്ലവരുടെയൊക്കെയായിരിക്കാം. ചവിട്ടി നിൽക്കുന്ന ഭൂമിയിൽ നിന്ന് കിട്ടാനില്ലെന്ന്. പക്ഷേ നിന്റെ തലയ്ക്ക് മുകളിലുള്ള ആകാശത്ത് നിന്ന് നിനക്ക് കിട്ടാൻ ഒരുപാടുണ്ട്. നിനക്ക് ആവശ്യമുള്ളതൊക്കെ കർത്താവ് പറയാൻ സ്വർഗത്തിൽ നിന്ന് ആകാശത്ത് നിന്ന് അപ്പം ഭക്ഷിക്കും. വചനം പറയുക, നിങ്ങളപ്പോൾ മനസ്സിലാക്കും ഞാൻ നിങ്ങളുടെ കർത്താവാണെന്ന്. കർത്താവായ ഞാനാണ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. സായങ്കാലത്ത് നിങ്ങൾ മാംസം ഭക്ഷിക്കും, പ്രഭാതത്തിൽ തൃപ്തിയാവോളം അപ്പവും. മനുഷ്യൻ്റെ തൃഷ്ണകളെയും ആഗ്രഹങ്ങളെയും ഒക്കെ നിറവേറ്റുന്നൊരു ദൈവം മക്കളെ. നോയമ്പിൻ്റെ ദൈവം ഒരു ദുരന്തത്തിൻ്റെ ദൈവമല്ല, ഒരു നിറവിൻ്റെ ദൈവമാണ്. പട്ടിണിയിരിക്കുന്നവൻ ഭക്ഷണത്തിൻ്റെ മനോഹാരിത അറിയുന്നവനാ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളിലൂടെ കടന്നു പോകുന്നവര് ഒരു വലിയ നിറവിൻ്റെ അനുഭവത്തിൽ അന്യാസൗഖ്യതല്ലേ. മാനുഷികമായിട്ട് നോക്കിയ കുറവിൻ്റെ അനുഭവമാണ്. പക്ഷെ ധന്യതയുടെയും നിറവിൻ്റെ അനുഭവമൊക്കെ ആയിക്ക് കർത്താവ് തന്നെ മാറ്റുന്നത് കണ്ടിട്ടില്ലേ? പറയുക വീണ്ടും കർത്താവ് പറഞ്ഞതുപോലെ, മഞ്ഞ് വീണ് ഈ അപ്പത്തെ ഫ്രിഡ്ജ് ഉണ്ടാക്കി വെക്കുക. കർത്താവ് മരുഭൂമിയിൽ ഫ്രിഡ്ജ് ഉണ്ടാക്കുന്ന ദൈവം. അവർക്ക് അപ്പം കിട്ടും, അവർക്ക് പിടി. ഇതെന്ത് മന്ന 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 ഇവരതിനെ നോക്കി പറഞ്ഞു, ഇതെന്ത്? അവർക്ക് പിടി കിട്ടണില്ല. പറയുക കാടപ്പക്ഷികൾ വന്ന് ഭൂമിയെ നിറയുക. അപ്പോൾ മോശ അവരോട് പറഞ്ഞു, കർത്താവ് നിങ്ങൾക്ക് ഭക്ഷണമായി തന്നിരിക്കുന്ന അപ്പമാണിത്. പഴയ നിയമത്തിലെ മരുഭൂമി യാത്രയില്, ഏകാന്തതയില്, ഇരുട്ടില്, വേദനയില്, വിഷമത്തില്, വിശപ്പില് ദൈവം ആകാശത്ത് നിന്ന് മന്ന പൊഴിച്ച് കൊടുത്തു. തിരുവചനം സങ്കീർത്തനം 78 സങ്കീർത്തനം നിങ്ങളിത് കേട്ടിട്ടുള്ളതാണ്. നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമായത്. നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവ് പ്രവർത്തിച്ച ശക്തമായ കാര്യങ്ങളും അവിടുത്തെ ശക്തിപ്രാഭവവും അത്ഭുത കൃത്യങ്ങളും വരും തലമുറയ്ക്ക് പങ്കുവെച്ചു കൊടുക്കണം. ഒരു വലിയ നിയോഗമുണ്ട് കേട്ടോ. ദൈവം തന്ന അനുഗ്രഹങ്ങളും ദൈവം തന്ന അഭിഷേകങ്ങളും ദൈവം തന്ന കൃപകളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവൻ ദൈവം ചെയ്ത ഏറ്റവും വലിയ പ്രവൃത്തി അത് കുർബാന തന്നെയാണ്. അത് കുർബാന തന്നെയാണ്. ആകാശത്തോട് ആജ്ഞാപിച്ചു, വാനിടത്തിന്റെ വാതിലുകൾ തുറന്നു, അവർക്ക് ഭക്ഷിക്കുവാൻ മന്ന നൽകി. സ്വർഗീയ ധാന്യം, ഗ്രെയിൻ ഫ്രം ഹെവൻ. സ്വർഗത്തിന്റെ ധാന്യത്തിന്റെ പേരാ ക്രിസ്തു. സ്വർഗത്തിന്റെ ധാന്യത്തിന്റെ പേരാണ് കുർബാന. മനുഷ്യൻ ദൈവദൂതന്മാരുടെ അപ്പം ഭക്ഷിച്ചു. ആകാശത്തിലെ അപ്പക്കടയിൽ നിന്ന് ദൈവം എടുത്തു തന്ന അപ്പം ക്രിസ്തു. അവിടുന്ന് ഭക്ഷണം സമൃദ്ധമായി അയച്ചു. അവിടുന്ന് അവരെ തൻ്റെ വിശുദ്ധ ദേശത്തേക്കും തൻ്റെ വലതു കൈ നേടിയെടുത്ത പർവ്വതത്തിലേക്കും കൊണ്ടുവന്ന്. നോക്കിയേ, ഒരപ്പം മനുഷ്യൻ്റെ ജീവിത കുർബാന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധ ദേശത്തേക്കും അവിടുത്തെ വലതു കൈ നേടിയ പർവ്വതത്തിലേക്കും എത്തിക്കുക. സുവിശേഷത്തിൽ ഈശോ ദിവ്യകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾ പതുക്കെ പറഞ്ഞു തുടങ്ങുക. ജനം ഈശോയെ തേടി വന്നപ്പം ഈശോ പറഞ്ഞു, ഇല്ല, ദൈവത്തെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടുകൊണ്ടല്ല, വിശപ്പ് മാറ്റിയത് കൊണ്ട് നിങ്ങൾ വന്നത്. അടയാളം കണ്ടിട്ടല്ല, ദൈവത്തിൻ്റെ അടയാളം കണ്ടിട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. ദൈവങ്ങളെ ജീവിതത്തിൻ്റെ ഓരോ സംഭവങ്ങളും ദൈവത്തിൻ്റെ അടയാളമാണെന്നൊക്കെ ധ്യാനിച്ചെടുക്കാനുള്ള ഒരു അഭിഷേകം. അടയാളം കണ്ടിട്ടല്ല. നിങ്ങൾ അപ്പം തിന്നിട്ടാണ് വന്നത്. കർത്താവ് പറയാ, നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. വലിയൊരു ധ്യാനം അതിനകത്തുണ്ട്. നിങ്ങൾ ധ്യാനിച്ചോ? നമ്മൾ ഓടുന്നതൊക്കെ ഈ ഭൂമിയിലെ അപ്പത്തിന് വേണ്ടി, സ്വർഗത്തിൻ്റെ അപ്പത്തിന് വേണ്ടി. അടുത്ത വാക്യം, ദൈവം അവൻ്റെ മേൽ, കർത്താവ് പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാര മുദ്ര പതിച്ചിരിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ മുദ്രയുണ്ടെന്ന്. അവര് തുടർന്ന് പറയുക, സ്വർഗത്തിൽ നിന്ന് അപ്പം ഞങ്ങൾക്ക് മോശ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്തതുപോലെ നീ എന്താ ചെയ്യുക? തമ്പുരാൻ പറഞ്ഞ മോശയല്ല, ദൈവമാണ്. ആകാശത്തുനിന്ന് മഴ പെയ്യിക്കുന്നതും ജീവിതത്തിൽ ഓരോന്നും കൈനീട്ടി തരുന്നതും ദൈവമാണെന്ന തിരിച്ചറിവ് നിന്റെ കണ്ണുകൾക്ക് ആ കാഴ്ച ഇപ്പോൾ ലഭിക്കട്ടെ. തിരുവചനം പഠിപ്പിക്കുക. ഈശോ പറയുക, സ്വർഗത്തിൽ നിന്ന് യഥാർത്ഥമായ അപ്പം നിങ്ങൾക്ക് തരുന്നത് എൻ്റെ പിതാവാണ്. ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത്രേ. അപ്പോഴവരവനോട് പറഞ്ഞു, ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണം. എന്തൊരു സുന്ദരമായ പ്രാർത്ഥന.
ഈശോ സ്വർഗ്ഗസ്ഥനായ പിതാവെ പഠിപ്പിച്ചപ്പോഴും പറഞ്ഞു, എന്നും ചോദിക്കണം, ഗീവ് us ടുഡേ our daily bread. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. അപ്പോസ്തലൻ പൗലോസ് എഫെസൂസ് ലേഖനം 4-ാം അധ്യായത്തിൽ 17-ാം വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നു, സാക്ഷ്യപ്പെടുത്തുന്നു, നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ആയിരിക്കില്ല. ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളെ കലുഷിതനായ പഴയ മനുഷ്യരെ ദൂരെറിയുവിൻ. നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. ക്രിസ്തു നമ്മളിൽ ക്രിസ്തുവായി മാറും. ദിവ്യകാരുണ്യം നമ്മളിൽ ദൈവത്തിന്റെ കരുണയായി മാറും. ആകാശം ഇനിയും നിന്റെ സ്വന്തമാണ്. ആകാശം തുറക്കപ്പെട്ടിട്ടുണ്ട്. നീ ആഗ്രഹിക്കുന്ന അഭിഷേകം, നീ ആഗ്രഹിക്കുന്ന അനുഗ്രഹം, നീ ആഗ്രഹിക്കുന്ന അപ്പം ഇതാ സ്വർഗത്തിൽ നിന്ന് ദൈവം കൈനീട്ടി തരുന്നു. ഓ ദൈവമേ, വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യ കാരുണ്യത്തിന്റെ രഹസ്യങ്ങളെ ധ്യാനിക്കുവാൻ ഈ ഭൂമി മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെ ധ്യാനത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ തോറ്റുപോകുന്ന, തളർന്നു വീഴുന്ന ഒരു യാത്രയല്ല, സ്വർഗത്തിലേക്ക് നിന്ന് കൈനീട്ടി പിടിച്ചിരിക്കുന്ന ഒരു യാത്രയാണിതെന്ന്. സ്വർഗത്തിൽ നിറഞ്ഞു വന്നപ്പം എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും പരിഹാരമാണെന്ന്, എന്നെ ജീവിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു തരണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, തളർന്നവർ, വീണവർ, അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി, ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്ക